നമ്മുടെ ഈ ലോകത്തിൻ്റെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ മക്കളെ ദൈവം ഒരു പ്രത്യേക പേര് പറഞ്ഞ് വിളിക്കാനായി ആഗ്രഹിക്കുന്നുണ്ട്. ആ പേരാണ് നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതന്മാർ ആണ് എന്നത്. അല്ലെങ്കിൽ നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്, നിങ്ങളെല്ലാവരും ആ ഒരു പൗരോഹിത്യ ശുശ്രൂഷയുടെ അംശികൾ ആണ് എന്ന് ദൈവം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് പഠിക്കാനായി ആഗ്രഹിക്കുകയും ഒരുമിച്ച് ധ്യാനിക്കാനായി ശ്രമിക്കുകയും ചെയ്യുന്നത് പൗരോഹിത്യ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ എത്ര വിലയുള്ളതാണെന്നും നമ്മളെ ഓരോരുത്തരെയും ദൈവം ഈ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുമ്പോൾ എത്ര വിലയുള്ളതായി നമ്മളതിനെ കണ്ട് നമ്മുടെ ശുശ്രൂഷകൾ ചെയ്യണം എന്നതുമാണ്. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ ഒരു ഗോത്രത്തെ പ്രത്യേകം ദൈവാരാധനകൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി വിളിച്ച് ആദ്യമേ വേർതിരിക്കുകയാണ്. ആ ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് മോശയുടെ സഹോദരനായ അഹരോൻ. മനസ്സിലായല്ലോ? അഹരോനെ ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ച് വേർതിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ മോശയും ഏത് ഗോത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഗോത്രം എന്നതാണ് ലേവി ഗോത്രം. ഈ ലേവി ഗോത്രത്തിൽ 4 വിഭാഗമായി പുരോഹിത ശുശ്രൂഷയെ ദൈവം തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നത് പുരോഹിത ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുക എന്നത് അഹരോനും അഹരോൻ്റെ കുടുംബത്തിനും അവകാശമായി ദൈവം കൊടുത്തു. ബാക്കി 4 വിഭാഗം ലേവി ബാക്കി 3 വിഭാഗങ്ങൾ ലേവി ഗോത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. അതിൽ 1 ഗെർഷോന്യർ, 2 മെരാരിയർ, 3 കെഹാത്യർ. ഇങ്ങനെ 3 വിഭാഗമായി ലേവി ഗോത്രത്തെ തിരിച്ചിട്ടുണ്ടായിരുന്നു. എത്രയായിട്ട്? 3 ആയിട്ട്. പ്രധാനമായിട്ടുള്ള പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തിരുന്നത് ആരുടെ കുടുംബമാണ്? ലേവി ഗോത്രത്തിനുള്ളിലെ അഹരോന്യ പാരമ്പര്യത്തിൽപ്പെടുന്ന കുടുംബാംഗങ്ങൾ. മറ്റ് ആലയവുമായി ബന്ധപ്പെട്ടും സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ടുമുള്ള ശുശ്രൂഷ ചെയ്തിരുന്നത് ലേവി ഗോത്രത്തിൽപ്പെട്ട ഈ 3 പേരുടെ തലമുറകളിൽപ്പെട്ടവർ. അവരുടെ പേരാണ് 1 ഗെർഷോന്യർ, മെരാരിയർ, കെഹാത്യർ. ഇവർ 3 പേരുമാണ്. ഇവർക്ക് ഓരോരോ ചുമതലകൾ ദൈവം നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഗെർഷോന്യർ, ഇവർക്ക് ദൈവം നൽകിയ ദൈവാലയ ശുശ്രൂഷ എന്നത് ഓരോ സ്ഥലത്തും സമാഗമന കൂടാരം കൊണ്ടുപോയി ആരാധനയ്ക്ക് വേണ്ടി അവർ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ തിരശീലകൾ, അതിൻ്റെ തൂണുകൾ, മറ്റു കാര്യങ്ങളെല്ലാം ചുമക്കുക, അതിനെ കഴുകുക, ഉണക്കുക, അതിൻ്റെ കാര്യങ്ങളെല്ലാം മനോഹരമായി ക്രമീകരിച്ച് ആ കാര്യങ്ങൾ ചെയ്യുകയാണ് ഗെർഷോന്യർ എന്ന ലേവി ഗോത്രത്തിലെ ഒരു വിഭാഗത്തിൻ്റെ ജോലി. രണ്ടാമത്തെ വിഭാഗം കെഹാത്യർ. കെഹാത്യർക്ക് കൊടുത്തിരുന്ന ജോലി അതിനുള്ളിൽ വയ്ക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതിലൊന്നാണ് നിയമപ്പെട്ടകം. നിയമപ്പെട്ടകം, അതിനുള്ളിലുള്ള മേശ, നിലവിളക്ക്, അതിനുള്ളിലുള്ള പീഠങ്ങൾ, ഇവയുടെ എല്ലാം അവകാശപരമായിട്ടുള്ള ജോലികളെല്ലാം അവരാണ് ചെയ്യേണ്ടത്. ഇത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുക, ഒരുപക്ഷെ ഇത് ചുമക്കുക, ഇത് കൊണ്ടുപോയി അറേഞ്ച് ചെയ്യുക, വിളക്കിൽ എണ്ണ നിറയ്ക്കുക, കാഴ്ചയപ്പം വയ്ക്കുക. ഇങ്ങനെ ആലയത്തിനുള്ളിലുള്ള പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ ചെയ്തിരുന്നത് ലേവി ഗോത്രത്തിലെ കെഹാത്യർ എന്ന് പറയുന്ന ലേവി വിഭാഗമാണ്. ഇനി ഒരു വിഭാഗമുണ്ട്, അവരെയാണ് നമ്മൾ മെരാരിയർ എന്ന് വിളിക്കുന്നത്. ഇവരുടെ ജോലി എന്നത് ഓരോ സ്ഥലങ്ങളിലും ദൈവാലയത്തിൻ്റെ ആദ്യ രൂപമായ സമാഗമന കൂടാരം കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അടിയിലിടാനായിട്ടുള്ള പലകകളുണ്ട്. പലകകൾ, തറയിലല്ല അവർ ഇരിക്കുന്നത്, പലകകളുണ്ട്. ഈ പലകകളെല്ലാം അവർ ക്രമീകരിച്ച് ചുമക്കണം. അത് കൂടാതെ ഇതെല്ലാം കെട്ടി നിർത്തുന്നത് എന്തിലാണ്? കയറിലാണ്. കയറ്, റോപ്പ്. ഈ കയറുകൾ അഴിച്ചെടുത്ത് ഈ കയറുകൾ അവർ ക്രമീകരിച്ച് വയ്ക്കണം. അതുകൂടാതെ ഓരോ സ്ഥലത്തെത്തിയതിന് ശേഷം ഈ കയറുകൾ എവിടെയെങ്കിലും കെട്ടണമല്ലോ, വെറുതെ കെട്ടാൻ പറ്റത്തില്ല. അതിനൊരു കുറ്റി അടിക്കണം. ഈ കുറ്റി ഇതെല്ലാം ഇവർ ചുമക്കണം. ഇതാണ് മെരാരിയരുടെ ജോലി. അങ്ങനെ ലേവി ഗോത്രത്തിന് ഇത്രയും ജോലിയാണ് ദൈവം നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പം ലേവി ഗോത്രത്തെ 4 വിഭാഗമായി പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ദൈവം വേർതിരിച്ചു. ഒന്നാമത് ലേവി ഗോത്രത്തിലെ അഹരോന്യ പാരമ്പര്യത്തിൽപ്പെടുന്നവരെ ആലയത്തിനുള്ളിലെ പൗരോഹിത്യ ശുശ്രൂഷ അവർ ചെയ്യേണ്ടത് യാഗങ്ങൾ അർപ്പിക്കണം. ഹോമയാഗം, ദഹനയാഗം, പാപയാഗം, ഇങ്ങനെ കുറേ യാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ യാഗങ്ങൾ അർപ്പിക്കുക ആരുടെ ജോലിയാണ്? പുരോഹിതൻ്റെ ജോലിയാണ്.
രണ്ടാമത് ഇവർ ചെയ്യേണ്ടത് വർഷത്തിലൊരിക്കൽ ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് കയറിയിട്ട് ധൂപം കാട്ടി പ്രത്യേക ആരാധന ക്രമീകരിക്കണം. യേശുവിൻ്റെ കാലഘട്ടത്ത് സെക്കരിയാവെന്നൊരു പുരോഹിതന് അതിനുള്ള നറുക്ക് വീണു എന്ന് നമുക്കറിയാം. അപ്പോൾ ഒത്തിരി പുരോഹിതന്മാർ കാണും. ഇവരിൽ ഒരാളെ ലോട്ട് ചെയ്തെടുത്തിട്ടാണ് ആ കാര്യം ചെയ്യാനായിട്ട് നിയോഗിക്കുന്നത്. ഈ ജോലി ആലയത്തിനുള്ളിൽ ഓൾട്ടറിലെ ജോലിയാണ് ആർക്ക് കൊടുത്തിട്ടുള്ളത്? അഹരോന്യ ഗണത്തിൽപ്പെടുന്ന കുടുംബത്തിലെ പുരോഹിതന്മാർക്ക് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ബാക്കിയുള്ളവരെ മൂന്നായിട്ട് തിരിച്ച് അവരോരോരുത്തരും ചെയ്യേണ്ടുന്ന ആലയത്തിലെ ശുശ്രൂഷകൾ വ്യത്യസ്തമായി അവരെ ഏൽപ്പിച്ചിരുന്നു. ഇത് കൃത്യമായി ചെയ്യുകയാണ് ഇവരുടെ തൊഴിൽ, അല്ലെങ്കിൽ ഇവരെ ഏൽപ്പിച്ച ജോലി. ഓരോ ഗോത്രങ്ങൾക്കും ഓരോരോ സ്ഥലങ്ങൾ വിഭജിച്ചു കൊടുത്തു. എന്നാൽ ഇവർക്ക് പ്രത്യേകിച്ച് സ്ഥലമൊന്നും കൊടുത്തിരുന്നില്ല. ഇവർക്ക് എല്ലാ ഗോത്രങ്ങളിലും ഓരോരോ ഇടങ്ങൾ, പല പല സ്ഥലങ്ങൾ അവർക്ക് വസിക്കാനായി കൊടുത്തിട്ടുണ്ടായിരുന്നു. മറ്റു ഗോത്രങ്ങൾക്കാണെങ്കിൽ, ഉദാഹരണത്തിന് ശിമയിയുടെ ഗോത്രം ഒരു സ്ഥലത്ത് മാത്രം അവർ ഒരുമിച്ച് താമസിക്കും, അവർക്ക് അലോട്ട് ചെയ്ത് കൊടുത്ത സ്ഥലത്ത്. എന്നാൽ ലേവി ഗോത്രത്തിൻ്റെ ഓഹരി എന്ന് പറയുന്നത് ദൈവം സംഖ്യാപുസ്തകം 3-ാം അധ്യായത്തിൽ അവരെ ഓർമ്മിപ്പിക്കും, യഹോവയാണ് നിങ്ങളുടെ ഓഹരി, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ മറ്റ് അവകാശമില്ല, നിങ്ങളുടെ എല്ലാ അവകാശവും ആർക്കാണ്? ദൈവമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്, ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദൈവകൽപ്പന അനുസരിച്ച് ഇവർ ചെയ്യുന്നതിന് വേണ്ടി ദൈവം അവരെ നിയോഗിച്ചു. എന്നാൽ ഓരോ ഗോത്രങ്ങൾക്കിടയിലും അവർക്ക് 48 പട്ടണങ്ങൾ ദൈവം അനുവദിച്ചു കൊടുത്തു. 12 ഗോത്രങ്ങൾക്കിടയിൽ 48 പട്ടണങ്ങൾ. സംഖ്യാപുസ്തകം 35-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. 48 പട്ടണങ്ങൾ ഇസ്രായേൽ ജനങ്ങളുടെ വാസസ്ഥലങ്ങൾക്കിടയിൽ ലേവി ഗോത്രം അഥവാ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ഇവർക്ക് ശുശ്രൂഷ ചെയ്യാനും വസിക്കാനും, ഓരോ ഗോത്രങ്ങളുടെ ഇടയിലും ഇവർ വസിക്കുമ്പോൾ അവിടെ ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്നതായിരുന്നു അവരുടെ വിശ്വാസം. ഒരു ചെറിയ സ്ഥലത്ത് മാത്രം അവർ വന്ന് ഒറ്റയ്ക്ക് താമസിക്കുകയല്ല, അവരെ ദൈവമാക്കിയിട്ടുള്ള ഈ 48 പട്ടണങ്ങളിൽ എവിടെ വേണമെങ്കിലും അവരെ ആക്കി വെച്ച സ്ഥലങ്ങളിൽ അവർക്ക് താമസിക്കാം. അവരുടെ കാര്യങ്ങളെല്ലാം മറ്റു ഗോത്രങ്ങളായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ അനുഗ്രഹകരമായ ഒരു പൗരോഹിത്യ ശുശ്രൂഷ യഹോവയായ ദൈവം ലേവി ഗോത്രത്തിലൂടെ കാണുകയും അവർ ആ ശുശ്രൂഷ അങ്ങനെ ചെയ്തു പോകുകയുമാണ് നമ്മൾ മനസ്സിലാക്കി വന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ആരായിട്ടാണ്? അവൻ മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതൻ എന്നാണ്. യേശു ലേവി ഗോത്രത്തിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. യേശു മേൽ സൂചിപ്പിച്ച ലേവി ഗോത്രത്തിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമല്ല യേശു മുന്നിലേക്ക് വയ്ക്കുന്നത്. യേശുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകത, യേശുവിൻ്റെ പൗരോഹിത്യം നിത്യ പൗരോഹിത്യമാണ്. ആ പൗരോഹിത്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. മൽക്കീസേദക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. യേശു ഏത് ഗോത്രത്തിലെ ഉള്ള വ്യക്തിയാണ്? ഏതാണ് യേശുവിൻ്റെ ഗോത്രം? യഹൂദ ഗോത്രമാണ്. എന്നാൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഗോത്രം ഏതാണ്? ലേവി ഗോത്രം. അപ്പോൾ യേശു ലേവി ഗോത്രത്തിൽ നിന്നുള്ള പുരോഹിതനല്ല, യേശു യഹൂദ ഗോത്രത്തിൽ നിന്നുള്ള പുരോഹിതനാണ്. അങ്ങനെയെങ്കിൽ യേശു പറയുകയാണ്, നിങ്ങൾക്കെല്ലാവർക്കും ലേവി ഗോത്രത്തിന് മാത്രം അവകാശപ്പെട്ടിരുന്ന പൗരോഹിത്യ ശുശ്രൂഷ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എന്നിലൂടെ നൽകപ്പെട്ടിരിക്കുന്നു. ഇതാണ് യേശുവിലൂടെ സംഭവിച്ചത്. അതായത് ഒരു ഗോത്രം മാത്രം ദൈവം നൽകിയ അനുഗ്രഹം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാൽ എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു പൗരോഹിത്യമായി ക്രിസ്തു മാറ്റി നൽകി. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ അത്യുന്നതൻ്റെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും. രണ്ടാമത് കർത്താവ് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. അപ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് വലിയൊരു ശുശ്രൂഷയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞു തന്നത്. കുറച്ച് പേർക്ക് മാത്രം നൽകിയിരുന്ന ഒരു അനുഗ്രഹം പുതിയ നിയമമായപ്പോൾ സകലർക്കുമുള്ള ഒരു ദൈവ അനുഗ്രഹമാക്കി ദൈവം മാറ്റി. അതാണ് സർവ്വവിശ്വാസികളുടെയും പൗരോഹിത്യം, ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ഓൾ ബിലീവേഴ്സ്. സകല വിശ്വാസികളെയും അല്ലെങ്കിൽ സകലർക്കും ദൈവം നൽകപ്പെട്ട പൗരോഹിത്യം. ഈ പൗരോഹിത്യത്തിൽ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായി ശ്രമിക്കുന്നത്. അതിന് ലേവി പൗരോഹിത്യത്തിൽ
ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ട് അതിൽ സംഭവിച്ച കുറവുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷകൾ വ്യക്തമായി നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ പുരോഹിതനെ ഉണ്ടായിരുന്നത് 5 ചുമതലകളായിരുന്നു. എത്ര എണ്ണമാണ്? 5 ശുശ്രൂഷകളാണ്. ഇത് നമ്മളെയും ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, പാപപരിഹാരത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ പാപപരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ടാമത്, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുക. ആർക്കെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ കാര്യം, ജനങ്ങളെ വചനം പഠിപ്പിക്കുക. ലേവ്യ പുസ്തകം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയും, ഈ ജനത്തിന് വചനം പഠിപ്പിച്ചു കൊടുക്കണം, വചനം പറഞ്ഞു കൊടുക്കണം. നാലാമത്തെ കാര്യം, ആലയത്തെ ശുദ്ധീകരിക്കണം, ആലയ ശുദ്ധീകരണത്തിൽ പങ്കുചേരണം. അഞ്ചാമത്തെ കാര്യം, ജനത്തെ യേശുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ യഹോവയായ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കണം. ഈ 5 കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ലേവി പുരോഹിതനിൽ നൽകപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. ഒന്നാമത്തെ കാര്യം, ജനത്തിൻ്റെ പാപങ്ങൾ മോചിച്ച് കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതാണ് നമ്മൾ എല്ലാ ഞായറാഴ്ചയുമുള്ള ആരാധനകളിൽ നമ്മൾ പ്രാർത്ഥിക്കും. ഏതാണ് പ്രാർത്ഥിക്കുന്നത്? ഒരു പാപസ്വീകാര പ്രാർത്ഥന പ്രാർത്ഥിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാപക്ഷമ പ്രഖ്യാപിക്കുന്ന വാക്യമുണ്ട്. അതാര് മാത്രമാണ് പറയുന്നത്? ദൈവം നിയോഗിച്ചിട്ടുള്ള ശുശ്രൂഷകർ അല്ലെങ്കിൽ വൈദികർ എന്ത് ചെയ്യും? അത് പറയും. അപ്പോൾ അത് അന്ന് മുതലേ ഉള്ള ക്രമമാണ്. ഒന്നാമത്തെ കാര്യം, ജനത്തിൻ്റെ പാപങ്ങൾ മോചിച്ച് കിട്ടുന്നതിന് വേണ്ടി ഒരു പുരോഹിതൻ ആരോട് പ്രാർത്ഥിക്കണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. രണ്ടാമത്, ഈ പുരോഹിതൻ്റെ ജോലി എന്താണ്? മധ്യസ്ഥത ചെയ്യണം. ആർക്ക് വേണ്ടി? തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യണം. നമ്മൾ പഴയ നിയമത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജനത്തിനൊരു തെറ്റ് പറ്റുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന പുരോഹിതർ ജനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കും. നമ്മുടെ ആരാധനയിലുള്ള ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഞായർ ആരാധനകളിൽ മധ്യസ്ഥ പ്രാർത്ഥനകൾ ആര് നിർവഹിക്കുന്നത്? വൈദികർ നിർവഹിക്കുന്നത്. അവരുടെ ജോലിയാണ് മധ്യസ്ഥത പ്രാർത്ഥന. മറ്റ് ദിവസങ്ങളിലുള്ള അവരുടെ ജോലി എന്താണ്? ജനത്തിൻ്റെ ആവശ്യങ്ങളെ, ജനത്തിൻ്റെ സങ്കടങ്ങളെ ദൈവസന്നിധിയിൽ പകർന്ന് മധ്യസ്ഥത ചെയ്ത് അവർക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്ത് പ്രാർത്ഥിക്കുക. അതാണ് ഒരു പുരോഹിതനെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി. ഞായറാഴ്ച ദൈവാലയത്തിൽ വന്ന് അവർക്ക് ഒഫീഷ്യലായിട്ടുള്ള ശുശ്രൂഷകൾ നൽകും. മറ്റുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി എന്താണ്? ജനത്തിന് വേണ്ടി മധ്യസ്ഥത ചെയ്യണം. അങ്ങനെ ഒരു പുരോഹിതൻ ജനത്തിന് വേണ്ടി ഇടവിൽ നിന്ന് മധ്യസ്ഥത ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ആ ജനത്തെ ദൈവം അനുഗ്രഹിക്കും. ആ ജനത്തിൻ്റെ മേൽ ദൈവാനുഗ്രഹം ദൈവം പകർന്നുകൊണ്ടിരിക്കും. മൂന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ജനത്തെ വചനം പഠിപ്പിക്കണം. അതാരുടെ ജോലിയായിരുന്നു? പുരോഹിതരുടെ ജോലിയായിരുന്നു. അവർ വചനം വായിച്ചു, വചനം പഠിപ്പിച്ചു, ജനത്തെ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി വചനത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ അവരെ ഉറപ്പിച്ചു നിർത്തുകയാണ് മൂന്നാമത്തെ ചുമതല. നാലാമത്തെ ചുമതല എന്നത് ആലയത്തെ ശുദ്ധീകരിക്കുക. ആലയം എപ്പോഴും വിശുദ്ധി ആണ് എന്ന് ഒരു പുരോഹിതൻ കൃത്യമായി ഉറപ്പ് വരുത്തിയിരിക്കണം. ഞാനിനി പറയുന്നത് നിങ്ങളൊരു തെറ്റായിട്ടൊന്നും കരുതരുത്. ചില പള്ളികളിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ഈ വൈദികരുടെ ഒരു സങ്കടമാണ് പറയുന്നത്. നമ്മളൊരു പള്ളിയിൽ പോകുമ്പോൾ വളരെ വൃത്തിഹീനമായി കിടക്കുന്ന അൾത്താരയും പിൻമുറിയും പള്ളിയുടെ ഉൾഭാഗമൊക്കെ കാണേണ്ടി വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായൊരു സങ്കടം തോന്നാറുണ്ട്. നമ്മുടെ വീട് എത്ര വിശുദ്ധിയോടും വൃത്തിയോടും വയ്ക്കുമോ അതിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആലയം വിശുദ്ധിയോടുകൂടെ സൂക്ഷിക്കണം. ആ വിശുദ്ധിയില്ലാത്ത ഒരു ദൈവാലയത്തിനുള്ളിൽ ദൈവം വിശുദ്ധനായതുകൊണ്ട് ദൈവത്തിന് വന്ന് വസിക്കാനായിട്ട് കഴിയുമോ? ഇല്ല. അപ്പോൾ അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ ആലയം എന്ത് ചെയ്യണം? വിശുദ്ധിയോടെ ഇരിക്കണം. കാരണം ദൈവം ആരാണ്? വിശുദ്ധിയുള്ളവനാണ് ദൈവം. ആലയത്തിൽ അശുദ്ധി വന്നു കഴിഞ്ഞാൽ അവിടെ ദൈവസാന്നിധ്യം കുറഞ്ഞു വരും. മറന്നു പോകരുത്. ആലയത്തിൽ അശുദ്ധമായി കഴിഞ്ഞാൽ, ആലയം ഭൗതികമായാലും ആത്മീകമായാലും അശുദ്ധമായി കഴിഞ്ഞാൽ ആലയത്തിലെ ദൈവസാന്നിധ്യം കുറയും. ആലയത്തിൽ വരുന്ന ദൈവജനത്തിന് ദൈവാനുഗ്രഹം കിട്ടുന്നതിൻ്റെ അളവിലും കുറവ് സംഭവിക്കും. മറ്റത് ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധിയുള്ള ഒരു ആലയമാണെങ്കിൽ അവിടെ എപ്പോഴും ജനങ്ങൾ വെറുതെ വന്നാൽ മതി, ജനത്തിന് അതിൻ്റേതായ ഒരു പോസിറ്റീവ് വൈബ് അവർക്കിങ്ങനെ കിട്ടും. അതാരും ഒന്നും ചെയ്യേണ്ട, ദൈവസാന്നിധ്യം അവിടെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്കറിയാനായിട്ട് സാധിക്കും. ചില പള്ളികളിൽ വചനം പ്രസംഗിക്കാനായിട്ടോ മറ്റാവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഓൾട്ടറിൽ പോയിരിക്കുമ്പോൾ അറിയാം ആ പള്ളിയും
ആ പള്ളിയിലുള്ള ജനങ്ങളുടെയും വിശുദ്ധി എന്താണ് എന്ന് നമുക്കറിയാം. അപ്പോൾ പുരോഹിതന്മാരോട് പറഞ്ഞത്, ദൈവം പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലും വിശുദ്ധി ഉണ്ടാക്കണം. ജനത്തെ മാത്രം വിശുദ്ധീകരിച്ചാൽ പോരാ, നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളുണ്ട്, നിങ്ങളുടെ കുറവുകളുണ്ട്. നിങ്ങളൊരു ആലയത്തിൽ ആൾത്താരയിൽ വന്നു നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു ആ പുരോഹിതൻ അശുദ്ധിയോടുകൂടിയാണ് ഒരു ഓൾട്ടറിൽ വന്നു നിന്ന് ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ ജനത്തിന് ഒരിക്കലും ആ ബ്ലെസ്സിങ് കിട്ടില്ല. പറഞ്ഞ് മനസ്സിലായൊന്നുണ്ടല്ലോ. അപ്പോൾ ജനങ്ങൾ മാത്രമല്ല അശുദ്ധിക്ക് കാരണക്കാർ. അപ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഈ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന ഒരു പുരോഹിതൻ ആര് തന്നെയായിരുന്നാലും അദ്ദേഹം ജീവിതത്തിൽ എന്ത് സൂക്ഷിക്കണം? വിശുദ്ധി സൂക്ഷിക്കണം. അല്ലാതെ ജനം അനുഗ്രഹിക്കപ്പെടില്ല. കർത്താവ് അവരോട് പറയുകയാണ്. അപ്പോൾ ഇത് പുരോഹിതരോട് പറഞ്ഞൊരു കാര്യമാണ്. എന്നാൽ മലാക്കി പ്രവചനത്തിലോട്ടൊക്കെ നമ്മൾ വരുമ്പോൾ ഈ പുരോഹിതന്മാർ ഇതെല്ലാം മറന്നുപോയി. നമ്മൾ വായിക്കുന്നുണ്ട്, അവർ കാശ് വാങ്ങിയിട്ട് ന്യായം മറച്ച് വിറ്റ് കളഞ്ഞു. സമ്പത്ത് വാങ്ങി, സമ്പത്ത് ആഗ്രഹിച്ച് അവർ ന്യായമായത് പ്രവർത്തിക്കാതെ അവരുടെ ജീവിതത്തെയും അശുദ്ധമാക്കി, ദൈവാലയത്തെയും അശുദ്ധമാക്കി. അപ്പോൾ അവരോട് ദൈവം പറയുന്നുണ്ട്, അല്ലയോ പുരോഹിതന്മാരെ, നിങ്ങളെ ഞാൻ കീറിക്കളയും എന്നവരോട് പറയുകയാണ്. ഇതിലൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ശിക്ഷയാണ് ആർക്ക് കിട്ടുന്നത്? ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് ഞങ്ങൾ എപ്പോഴും ഓർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചേ കിട്ടുകയുള്ളൂ, പക്ഷേ ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് എന്ത് കിട്ടും? കൂടുതൽ കിട്ടും. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ നമ്മൾ വളരെ വിശുദ്ധിയോടുകൂടെ ചെയ്യേണ്ടുന്ന ഒരു ശുശ്രൂഷയാണ് ഇത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ജനത്തെ അനുഗ്രഹിക്കണം. ഒരു പുരോഹിതന് ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് ജനത്തെ അനുഗ്രഹിക്കണം. ജനത്തിന് എപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം പാസ് ചെയ്യപ്പെടണം. ജനത്തിന് അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ചിട്ടുള്ളതാണ് പുരോഹിതന്മാരെ. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, പുരോഹിതന്മാർ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പുരോഹിതൻ്റെ അനുഗ്രഹത്തിന് ദൈവം നേരിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് അതിനെ കൊടുക്കുന്നത്. ഉദാഹരണം നമുക്കറിയാം, ഒരു കുഞ്ഞില്ലാതെ ഒരു അമ്മ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അവിടെ ഏലി എന്ന പുരോഹിതൻ അവളുടെ അരികിൽ പോയിട്ട് ഒരു വാക്ക് മാത്രം പറഞ്ഞു, സമാധാനത്തോടെ പോക. ഇതാണ് അനുഗ്രഹം. മനസ്സിലായോ? സമാധാനത്തോടെ പോക. യഹോവയായ കർത്താവിനോട് നീ യാചിച്ചത് അവൻ നിനക്ക് നൽകുമാറാകട്ടെ. കൂടുതലൊന്നും പറഞ്ഞില്ല. അവളോട് പറയുന്നു സമാധാനത്തോടെ പോക. അപ്പോൾ അവിടെ ഒരു വ്യക്തിയെ അനുഗ്രഹിക്കാനായിട്ട് ഒരാളെ ദൈവം വച്ചിട്ടുണ്ട്. ആ വ്യക്തിയാണ് ദൈവം നിയോഗിച്ചിട്ടുള്ള പുരോഹിതൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ജനത്തിന് എന്തായിട്ട് മാറും? ജനത്തിന് ഉയർച്ചയും നന്മയുമായിട്ട് തീരും. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ആ ഒരു അനുഗ്രഹങ്ങൾ റിസീവ് ചെയ്യാറില്ല എന്നതാണ്. ആ അനുഗ്രഹത്തെ സ്വീകരിക്കാനായിട്ട് പലപ്പോഴും പലരും തയ്യാറാകാറില്ല. അപ്പോൾ ആ അനുഗ്രഹം പുരോഹിതൻ എക്സോ വൈയോ ആരോ ആയിക്കൊള്ളട്ടെ, പക്ഷേ ആ പുരോഹിതനിലൂടെ ദൈവം ഒരു അനുഗ്രഹം എന്ത് ചെയ്യും? ജനത്തിന് വച്ചിട്ടുണ്ട്. അതിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളതിനെ നിങ്ങൾക്കുള്ള അവകാശമാണത്. യു ആർ റൈറ്റ്. നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശമാണ്. അപ്പോൾ ഇത് ജനങ്ങൾക്ക് ദൈവം ആ കാലഘട്ടത്തിൽ കൊടുത്തു. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ 5 കാര്യങ്ങളും ഓരോ വീട്ടിലെയും ഓരോ വ്യക്തിക്കും ദൈവം നൽകുകയാണ്. ഇത് പഴയ നിയമത്തിൽ ഒരു ആലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന പുരോഹിതർ മാത്രം ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളെല്ലാവരും ആരായിട്ട് മാറി? നിങ്ങളെല്ലാവരും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരായിട്ട് മാറി. എങ്കിൽ ഈ 5 കാര്യങ്ങളും ആർക്കും ചെയ്യാം? നിങ്ങൾക്കും ചെയ്യാം. മനസ്സിലായോ? ഈ 5 കാര്യങ്ങളും നിങ്ങൾക്കും ചെയ്യാം. ഒന്ന്, നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? സ്വയം പ്രാർത്ഥിക്കാം നിങ്ങൾക്ക്. രണ്ടാമത്, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യാം. മനസ്സിലായോ? നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യാം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് വചനം പഠിപ്പിക്കാം. നിങ്ങൾ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നു? വചനം പഠിപ്പിക്കുന്നു. ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ വചനം പഠിപ്പിക്കുന്നു. നാലാമത്തെ കാര്യം, ആലയ ശുദ്ധീകരണം. ആലയത്തിൻ്റെ ശുദ്ധീകരണത്തിൽ നമ്മൾ ഒരുമിച്ച് പങ്കുചേരുന്നു. അഞ്ചാമത്തെ കാര്യം, ജനത്തെ നിങ്ങൾ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. അന്യോന്യം നിങ്ങളെ അടുത്തിരിക്കുന്നവരെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ അനുഗ്രഹം നന്മയായിട്ട് തീരും. അപ്പോൾ ഈ പഴയ നിയമത്തിൽ പുരോഹിതന്മാർ മാത്രം ചെയ്തുകൊണ്ടിരുന്ന കാര്യം പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ എല്ലാവർക്കും ചെയ്യാനായി യേശു അധികാരവും അതിനുള്ള ഒരു ബലവും ദൈവം കൊടുത്തിട്ടാണ് കർത്താവായ യേശുവിലൂടെ നമുക്ക് ഈ പൗരോഹിത്യം തന്നിരിക്കുന്നത്. എൻ്റെ ചോദ്യം,
നിങ്ങളിത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നതാണ്. ദൈവം നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് തന്നിട്ട് നിങ്ങൾ ഈ ഗിഫ്റ്റിനെ, നിങ്ങൾ ഈ അനുഗ്രഹത്തെ നിങ്ങൾ എത്രത്തോളമാണ് പ്രയോജനപ്പെടുത്തുന്നത്? നിങ്ങൾ ആരെയെല്ലാം അനുഗ്രഹിക്കുന്നോ അവരെയെല്ലാം ദൈവം പറയുന്നു ഞാനും അനുഗ്രഹിക്കും. നീ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ അവരും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു അനുഗ്രഹം ഉണ്ടാകും. എന്നാൽ ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ ഈ ഒരു ക്രമത്തിൽ നിന്ന് മാറിപ്പോയി, അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാനായി ശ്രമിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് സങ്കീർത്തനം 135 നമ്മളിന്ന് വായിച്ചപ്പോൾ അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചതിന് ശേഷം അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പോകും. 135 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം അവിടെ ഓർമ്മിപ്പിക്കുന്നത്, ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേളയുമാകുന്നു. ജാതികളുടെ വിഗ്രഹങ്ങൾ, അതായത് വിഗ്രഹാരാധനയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. കൈകൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങൾ അത് പൊന്നും വെള്ളിയും കൊണ്ട് ഉള്ളതായിരിക്കും. ഇത് ആരുണ്ടാക്കുന്നതാണ്? മനുഷ്യൻ കൈകൾ കൊണ്ട് നിർമ്മിക്കുന്നതാണ്. 16 വാക്യം, അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല. അവയെ ഉണ്ടാക്കുന്നവർ അങ്ങനെ തന്നെയാണ്, അവയിൽ ആശ്രയിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. ഇത്രയുമാണ് ആദ്യം പറയുന്നത്. വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതും ഈ ലോകത്തിലുള്ളതിനെ ആരാധിക്കുന്നതും എങ്ങനെയാണ് എന്ന് ദൈവം പറഞ്ഞു വയ്ക്കുകയാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എന്നാൽ ഇസ്രായേൽ ഗ്രഹമേ. എത്രാമത്തെ വാക്യം? 19 വാക്യം നമ്മളോട് പറയുകയാണ്, എൻ്റെ പ്രിയ ദൈവജനമേ, നിങ്ങൾ ആരെ വാഴ്ത്തണം? നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ആരാധിക്കാനുമായി വിളിക്കപ്പെട്ടവരാണ്. അടുത്ത വാക്ക് നിങ്ങൾ കണ്ടോ? അഹരോൻ ഗ്രഹമേ. അഹരോൻ ഗ്രഹമേ എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരോട് പറയുകയാണ്, നിങ്ങളുടെ ജോലി എന്താണ്? ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. രണ്ടാമത് ലേവി ഗ്രഹമേ. ഞാൻ ലേവി ഗോത്രത്തെക്കുറിച്ച് പറഞ്ഞു വന്നു. ലേവി ഗോത്രമേ, നിങ്ങളുടെ ജോലി എന്താണ്? ദൈവത്തെ വാഴ്ത്തുക. അടുത്ത് പറഞ്ഞു യഹോവ ഭക്തന്മാരെ എന്ന് പറഞ്ഞാൽ സകല ജനങ്ങളുമേ, നിങ്ങളുടെ ജോലി എന്താണ്? ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ 3 കാറ്റഗറി ആയിട്ട് ദൈവം പറഞ്ഞു തരികയാണ്. നിങ്ങൾ ഒരു വിഗ്രഹത്തിൻ്റെയും പിന്നാലെ പോകേണ്ടവരല്ല. അഹരോന്യ പുരോഹിതന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ജോലി ദൈവത്തെ വാഴ്ത്തി ആരാധിക്കുക. ലേവി ഗ്രഹത്തിൽപ്പെട്ട മറ്റുള്ളവരോട് പറയുന്നു, നിങ്ങളുടെ ജോലിയും മറ്റൊന്നുമല്ല. താഴെ പറയുന്നു, യഹോവ ഭക്തന്മാരായ സകല ഗോത്രങ്ങളിൽ പെടുന്ന സകല ജനങ്ങളുമേ, നിങ്ങളുടെ ജോലിയും എന്ത് തന്നെയാണ്? ദൈവത്തെ ആരാധിക്കുക. എങ്ങനെ ആരാധിക്കണം? 21 വാക്യം, യെരൂശലേമിൽ അധിവസിക്കുന്ന യഹോവ. യെരൂശലേമിൽ അധിവസിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് ദൈവ ആരാധനയ്ക്കുള്ള സ്ഥലമുള്ളത്. ആ സ്ഥലത്ത് എന്തുണ്ട്? ജെറുസലേം ദൈവാലയമുണ്ട്. അപ്പോൾ ദൈവാലയത്തിന് ഉള്ളിൽ വന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. ആ ആരാധനയിൽ ആരൊക്കെ വരണം? മഹാപുരോഹിതൻ വരണം, പുരോഹിതർ വരണം, ജനം വരണം. ഇവരെല്ലാവരും വെറുതെ അവരവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോയി അവരവരുടേതായ രീതികളിൽ ആരാധിക്കാൻ ദൈവം അനുവാദം നൽകിയിട്ടില്ല. ദൈവം കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾ എവിടെ വരണം? യെരൂശലേമിൽ എൻ്റെ നാമം വച്ചിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എന്നെ ആരാധിപ്പാൻ. ഒരു വാചകമുണ്ട്, അവിടെ തിരുസന്നിധി കാണാൻ വേണ്ടി അല്ലെങ്കിൽ തിരു സാന്നിധ്യ ദർശനത്തിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് വരണം. എന്നിട്ട് സിയോനിൽ നിന്ന് ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തണം, യഹോവയെ സ്തുതിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ മക്കളാകുന്ന സകല പുരോഹിതരിലൂടെയും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? ദൈവം പറയുന്നത്, ഈ ലോകത്തിലെ ഒന്നിനെയും നിങ്ങൾ ആരാധിക്കാനായി പോകരുത്. പകരം നിങ്ങൾ എന്ന് പറഞ്ഞാൽ അഹരോന്യ പുരോഹിതന്മാർ, ലേവി പുരോഹിതന്മാർ, സകല ജനവും ഒരുമിച്ച് എവിടെ വരണം? യെരൂശലേമിൽ അല്ലെങ്കിൽ ദൈവ ആരാധന നടക്കുന്ന ദൈവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ സ്തുതിക്കണം. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു സംഭവം നമ്മൾ വായിച്ചാൽ ഇതിനെല്ലാത്തിനും വിപരീതമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ന്യായാധിപന്മാരുടെ പുസ്തകം 17 അധ്യായവും 18 അധ്യായവും, ന്യായാധിപന്മാർ 17 അധ്യായവും 18 അധ്യായവും. ഇവിടെ മീഖാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം താമസിക്കുന്നത് എഫ്രൈം എന്ന നാടാണ്. എഫ്രൈം കേട്ടുണ്ടോ? എഫ്രൈം മലനാട്. അവിടെ വസിച്ചിട്ടുള്ള ആരെങ്കിലും ഓർമ്മയുണ്ടോ? ആരാണ്? എൽക്കാന
ഹന്ന. അപ്പോൾ ഇവരുടെ നാട്ടിലെ ഒരു മനുഷ്യനാണ് മീഖാവ്. മീഖാവ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് 1100 വെള്ളിപ്പണം മോഷ്ടിച്ചു, കട്ടെടുത്തു. ഒടുവിൽ അവനത് അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അമ്മ അവന് ഒരു വിഗ്രഹമുണ്ടാക്കാനായിട്ട് അത് തിരിച്ചു കൊടുത്തു. മനസ്സിലായോ? അതിൽ നിന്ന് 200 വെള്ളിക്കാശ് അവനോട് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കണം. ഇസ്രായേലിൽ ദൈവം ഇത് അനുവദിച്ചിട്ടുണ്ടോ? യഹോവയായ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിലുള്ള ഒന്നിൻ്റെയും രൂപമുണ്ടാക്കുകയോ നിന്റെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് അതിനെ ആരാധിക്കാനായിട്ടോ പാടില്ല. അങ്ങനെ എഫ്രൈം മലനാട്ടിലെ മീഖാവ് എന്ന ഈ മനുഷ്യൻ, അദ്ദേഹം 200 വെള്ളിക്കാശ് കൊടുത്തിട്ട് ഒരു വിഗ്രഹമുണ്ടാക്കി. 4-ാമത്തെ വാക്യം. അങ്ങനെ അത് ഉണ്ടാക്കി 5-ാമത്തെ വാക്യത്തിൽ അത് മീഖാവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. എവിടെ വെച്ചു? വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് അവിടെ ഒരു ദേവമന്ദിരം പണിതു. ദേവമന്ദിരം എന്ന് പറഞ്ഞാൽ ദൈവമന്ദിരമല്ല, ഈ ഉണ്ടാക്കിയ ദേവന് വേണ്ടി അവിടെ ഒരു മന്ദിരമുണ്ടാക്കി. എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്തെന്നറിയാമോ? അവിടെ ഏഫോദ് ഉണ്ടാക്കി വെച്ചു. ഏഫോദിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പുരോഹിത വസ്ത്രമെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് ഉണ്ടാക്കാൻ, ഇത് ധരിക്കാൻ ആർക്ക് മാത്രമാണ് അനുവാദം കൊടുത്തിരുന്നത്? ലേവി പുരോഹിത ഗണത്തിൽപ്പെടുന്ന ആ ഗോത്രത്തിലുള്ളവർക്ക് മാത്രമേ ഏഫോദ് ഉണ്ടാക്കാനും അത് ധരിക്കാനും അത് കൈവശം വയ്ക്കാനും അധികാരവും അവകാശവും കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ മീഖാവ് ഒരു വിഗ്രഹം ഉണ്ടാക്കി, വീട്ടിലൊരു വിഗ്രഹാരാധനയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലമുണ്ടാക്കി, അവിടെ ഏഫോദ് കൊണ്ടുവച്ചു. എന്നിട്ട് അവിടെ ഒരു ഗ്രഹബിംബം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ അതുപോലെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം സ്വന്തം വീട്ടിൽ ഒരു ഗ്രഹബിംബം ഉണ്ടാക്കി വെച്ചു. ഇത് ദൈവം അനുവദിച്ച കാര്യമാണോ? അല്ല. നമ്മൾ പറഞ്ഞു വരുന്നത് ദൈവം ഒരിക്കലും അനുവദിക്കാത്ത ചില കാര്യങ്ങൾ ഈ മനുഷ്യൻ ചെയ്യുകയാണ്. എന്നിട്ട് തൻ്റെ പുത്രന്മാരിൽ ഒരുവനെ കരപൂരണം ചെയ്തു. കരപൂരണം ചെയ്തെന്ന് പറഞ്ഞാൽ കരം വെച്ച് ഓർഡിനേഷൻ കൊടുത്തു. കരപൂരണത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്നറിയാമോ? ഓർഡിനേഷൻ കൊടുത്തു എന്നതാണ്. അപ്പോൾ വീട്ടിൽ ഒരു ബിംബം ഉണ്ടാക്കി വെച്ചു, അവിടെ വലിയൊരു ദേവമന്ദിരം പണിതു, ഏഫോദ് കൊണ്ടുവച്ചു. എന്നിട്ട് സ്വന്തം മകനെ പിടിച്ച് ആരാക്കി മാറ്റി? പുരോഹിതനാക്കി മാറ്റി. ദൈവം അനുവദിച്ച കാര്യമാണോ? അല്ല. അപ്പോൾ സ്വന്തം ഇഷ്ടം പോലെ ഈ മനുഷ്യൻ അങ്ങനെ ചെയ്തു. അവൻ്റെ പുരോഹിതനായി തീർന്നു. മകനെ പിടിച്ച് വീട്ടിലെ പുരോഹിതനുമാക്കി. അപ്പോൾ ഈ ഓർഡിനേഷൻ കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അനോയിൻറ്റിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അഹരോന്യ ഗണത്തിൽപ്പെടുന്ന ഒരു മഹാപുരോഹിതന് മാത്രമേ കീഴിൽ വരുന്ന പുരോഹിതന്മാരെ ഓർഡിനേഷൻ കൊടുത്ത് അവരെ ശുശ്രൂഷ ചെയ്യാനായിട്ട് വിടാനായിട്ട് പാടുള്ളൂ. ഇതൊന്നുമില്ലാത്ത ഒരപ്പൻ മീഖാവ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ സ്വന്തമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. കാരണം എന്തെന്നറിയാമോ? 6-ാമത്തെ വാക്യം. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. അതായത് കൺട്രോൾ ചെയ്യാനായിട്ട് ആരുമില്ല. രാജാവില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരാണ് ഇവരുടെ രാജാവ്? യഹോവയാണ് ഇവരുടെ രാജാവ്. അപ്പോൾ ദൈവമാണ് എല്ലാ കാര്യങ്ങളും അവർക്ക് ക്രമപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ദൈവത്തിൻ്റെ കീഴിൽ ഇവരല്ലായിരുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. രാജാവില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവമാണ് ഇവർ നേരിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത്. ന്യായാധിപന്മാരുടെ കാലഘട്ടം എല്ലാം കഴിഞ്ഞിട്ടാണ് 1-ാമത്തെ രാജാവിനെ ദൈവം അവർക്ക് കൊടുക്കുന്നത്. ഇവിടെ രാജാവില്ല എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തെ രാജാവായിട്ട് അംഗീകരിക്കാതെ, ആർക്കും കീഴിൽ പോകാതെ, യഹോവയായ ദൈവം, രാജാവായ ദൈവം പറഞ്ഞത് കേൾക്കാതെ സ്വന്തം ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്തു. ഇനി അടുത്ത സംഭവം 7-ാമത്തെ വാക്യത്തിലാണ്. അവിടെ യഹൂദയിലെ ബെത്ലഹേമിൽ നിന്ന്, യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്നു പാർത്ത ഒരു യുവാവുണ്ടായിരുന്നു. അവൻ ലേവ്യനായിരുന്നു. അവൻ ഏത് സ്ഥലത്തു നിന്ന് വന്നു? സ്വന്തം സ്ഥലം ഏതാണ്? യഹൂദ. അവിടെ ഏത് സ്ഥലം? ബെത്ലഹേം. ആ ബെത്ലഹേമിൽ നിന്ന് ഇവിടെ എത്തുകയാണ്, എഫ്രൈം മലനാട്ടിലെത്തി. അപ്പോൾ സത്യത്തിൽ ഇവൻ ഏത് ഗോത്രത്തിൽപ്പെട്ട ആളാണ്? ലേവി ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അവിടെ അവന് ചെയ്യേണ്ട ജോലിയൊക്കെ ഉണ്ട്. അതൊന്നും ചെയ്യാതെ എന്ത് ചെയ്തു? അവിടെ നിന്ന് നേരെ എഫ്രൈം മലനാട്ടിൽ എത്തി. വളരെ ശ്രദ്ധയോടെ നമ്മൾ വായിച്ചു പോകുന്നു. എന്നിട്ട് അവൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പറയുകയാണ്. തരം കിട്ടുന്നിടത്ത് ചെന്ന് പാർക്കാൻ വേണ്ടി അവൻ യഹൂദയിലെ ബെത്ലഹേം എന്ന പട്ടണം വിട്ടു. അതായത് തരം കിട്ടുന്നിടത്ത് ചെന്ന് പാർക്കണം. അതായത് എവിടെ നിന്നാണോ എന്തെങ്കിലും കിട്ടുന്നത്, എവിടെ നിന്നാണ് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുന്നത്, ആ സ്ഥലത്ത് പോയി താമസിക്കുക.
ഇയാളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെല്ലാം അയാൾ മറന്നു. വലിയൊരു പൗരോഹിത്യ ശുശ്രൂഷ കൊടുത്ത ആളാണ് ലേവി ഗോത്രത്തിൽപ്പെട്ട ഈ മനുഷ്യൻ. അയാൾ അത് ചെയ്യാതെ, അയാളോട് പറഞ്ഞ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാതെ വീട് വിട്ടിറങ്ങി എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കിട്ടുമോ എന്ന് കരുതി അയാൾ സ്വന്തം ഇഷ്ടം പോലെ ശുശ്രൂഷ ചെയ്യുകയാണ്. അങ്ങനെ അയാൾ മീഖാവിൻ്റെ വീട്ടിലെത്തി. 9-ാമത്തെ വാക്യം, മീഖാവ് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ യഹൂദയിലെ ബെത്ലഹേമിൽ നിന്ന് വരുന്ന ഒരു ലേവ്യനാണ്. അപ്പം നമ്മൾ ചിന്തിക്കണം, ഇവൻ അവിടെ ജോലിയുണ്ട്, ആ ജോലി ചെയ്യാതെയാണ് മറ്റൊരു സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോൾ മീഖാവ് പറഞ്ഞു, നീ എന്നോട് കൂടെ പാർക്കാം, ഞാൻ നിനക്ക് പിതാവും പുരോഹിതനും പാർത്ത് എനിക്ക് പിതാവും പുരോഹിതനും ആയിരിക്കുക. അങ്ങനെ പറഞ്ഞാൽ ഇവനെ പിടിച്ച് മീഖാവ് പറഞ്ഞു, കൊള്ളാമല്ലോ, ഇവിടെ ഒരു വിഗ്രഹമുണ്ട്, ഒരു ദേവമന്ദിരമുണ്ട്, ഇതാ ഞാൻ ഏഫോദെല്ലാം തച്ച് വെച്ചിട്ടുണ്ട്, നീ എന്ത് ചെയ്താൽ മതി, ഇവിടെ വന്ന് എൻ്റെ വീടിൻ്റെ പുരോഹിതനായിരിക്കാനായിട്ട് അവരോട് പറയുകയാണ്. പക്ഷേ ദൈവം അത് അനുവദിച്ചിട്ടില്ല. ദൈവം ഒരു വീടിനു വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ ഒരു ലേവ്യനെയും അനുവദിച്ചിട്ടില്ല, അനുവാദവും ദൈവം കൊടുത്തിട്ടില്ല. അപ്പം മീഖാവ് പറഞ്ഞത് കേട്ടിട്ട് ഇദ്ദേഹം ഒരു വീടിൻ്റെ പുരോഹിതനാകാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. അതിനൊരു കാരണമുണ്ട്. എന്തെന്നറിയാമോ? 10-ാമത്തെ വാക്യം, ഞാൻ നിനക്ക് ആണ്ടിൽ 10 വെള്ളിപ്പണവും ഉടുപ്പും ഭക്ഷണവും തരാമെന്ന് പറഞ്ഞു. ഇതിൽ ആര് വീണുപോയി? ഈ മനുഷ്യൻ വീണുപോയി. പക്ഷേ ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഒന്നുകൊണ്ടും ആശങ്കപ്പെടേണ്ട, നിങ്ങൾക്കുള്ളതെല്ലാം ദൈവം സ്വർഗത്തിൽ നിന്ന് തരും. പക്ഷേ ഈ ലേവി ഗോത്രത്തിൽപ്പെട്ട മനുഷ്യൻ അദ്ദേഹം ചെയ്തത്, ഒരാൾ 10 വെള്ളിപ്പണം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ, ഒരു പുതിയ ഡ്രസ്സ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ, എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ, അയാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി മറന്നിട്ട് ഒരു വീടിൻ്റെ ശുശ്രൂഷ മാത്രം ചെയ്യാനായിട്ട് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു പുരോഹിതൻ എന്തുമാത്രം ചുരുങ്ങി വന്നു എന്ന് നിങ്ങൾ നോക്കണം. വലിയൊരു ജോലി ഏൽപ്പിച്ചിരുന്നതാണ്, ഒരു സമൂഹത്തിൻ്റെ വലിയൊരു ജോലി ഏൽപ്പിച്ചിരുന്നിടത്ത് അയാൾ വന്ന് ഒരു വീടിൻ്റെ ശുശ്രൂഷകനായിട്ട് മാറുകയാണ്. ദൈവത്തിന് ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? ആണോ? അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ അദ്ദേഹം അവിടെ താമസിച്ചു. 13-ാമത്തെ വാക്യത്തിൽ മീഖാവ് പറഞ്ഞു, നീ എൻ്റെ പുരോഹിതനായിരിക്കുകയാൽ എനിക്ക് നന്മ കിട്ടുമെന്ന് മീഖാവ് പറയുകയാണ്. അതും തെറ്റായ ചിന്തയാണ്. ഒരു പുരോഹിതൻ വീട്ടിന് പ്രിയപ്പെട്ടവനായി കഴിഞ്ഞാൽ ആ വീട് രക്ഷപ്പെടുമെന്നുള്ള തെറ്റായ ധാരണ ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് വന്നു. അതായത് എൻ്റെ വീട്ടിൽ ഞാൻ പൈസ കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു പുരോഹിതൻ ഉള്ളത് കൊണ്ട് എനിക്കെല്ലാ അനുഗ്രഹങ്ങളും കിട്ടുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അപ്പോൾ അതും ആർക്ക് വിരുദ്ധമാണ്? ദൈവിക ആലോചനയ്ക്ക് നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഒരു പുരോഹിതൻ നമുക്ക് പ്രിയപ്പെട്ടവനായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും നടക്കും, അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കാനായിട്ട് പാടില്ല. പുരോഹിതൻ ആർക്ക് വേണ്ടിയുള്ളതാണ്? ദൈവത്തിൻ്റെ കീഴിൽ വരുന്നതാണ് പുരോഹിതൻ. ദൈവം ആർക്കെല്ലാം ആരുടെ എല്ലാം ഇടയിലാക്കുന്നു അവിടെയെല്ലാം ശുശ്രൂഷ ചെയ്യേണ്ടവനാണ് ഒരു പുരോഹിതൻ. അയാൾ ഒരു വീടിൻ്റെ ശുശ്രൂഷകനല്ല എന്ന് മനസ്സിലാക്കാൻ ഈ വ്യക്തി അദ്ദേഹം മറന്നു പോകുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അവിടെ ദാൻ ഗോത്രക്കാർ അവരുടെ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന കാലഘട്ടമാണ്. ദാൻ എന്ന ഗോത്രക്കാർ, അവരിൽ നിന്ന് 5 പേര് ഈ സ്ഥലങ്ങൾ നോക്കാനായിട്ട് കടന്നു വരുമ്പോൾ മീഖാവിൻ്റെ വീട്ടിനരികെ എത്തി. 18-ാം അധ്യായം 3-ാം വാക്യം, അവിടെ ഒരു ലേവ്യൻ്റെ ശബ്ദം അവർ തിരിച്ചറിഞ്ഞു. അതായത് ഈ അവൻ്റെ ടോൺ കേട്ടപ്പം മനസ്സിലായി. കാരണം അവന് എഫ്രൈം മലനാട്ടിലുള്ളവനല്ല, ഇവൻ എവിടെയുള്ളവനാണ്? ഇവൻ ലേവ്യനാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എവിടെ പോയാലും നമ്മളെ ആര് തിരിച്ചറിയും? മറ്റുള്ളവർ തിരിച്ചറിയും. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ എവിടെ ഒതുങ്ങി പോയാലും, ദൈവത്തിൻ്റെ മക്കൾ എവിടെ പോയാലും നമ്മളെ മറ്റുള്ളവർ തിരിച്ചറിയും. യഹോവയായ ദൈവം പറയുന്നുണ്ട്, എന്നെ വിട്ട് നിങ്ങൾക്ക് ഒരിടത്തും പോയി ഒളിക്കാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ അവരെ തിരിച്ചറിഞ്ഞപ്പോൾ അവരോട് ഒരു ചോദ്യം ചോദിച്ചു. വളരെ ശ്രദ്ധേയമായൊരു ചോദ്യമാണ്. നീ ഇവിടെ വന്നത് എന്തിനാണ്? നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആര്? നീ ഇവിടെ എന്ത് ചെയ്യുന്നു? നിനക്കിവിടെ നിന്ന് എന്ത് കിട്ടും? കണ്ടോ, ഒരു പുരോഹിതനോട് ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് നിനക്കിവിടെ എന്ത് കാര്യം? അതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ജനങ്ങൾ ചോദിക്കുകയാണ്, നിൻ്റെ ജോലി ഇതല്ലല്ലോ, നിന്നെ അവിടെ വലിയൊരു പുരോഹിത ശുശ്രൂഷ ചെയ്യാനായിട്ട് ആക്കിയിരുന്നതല്ലേ, നീ ഇവിടെ വന്ന് ഒരു വീട്ടിൻ്റെ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത് ദൈവഹിതമാണോ? അവനോട് ചോദിക്കണം, നീ ഇവിടെ എന്തിനു വന്നു? നിന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്നോ? നീ എന്ത് ചെയ്യുന്നു? നിനക്കിവിടെ ഒരു വീടിന് വേണ്ടി ഈ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് നിനക്കെന്ത് കിട്ടും? അപ്പോൾ അവൻ തുറന്നു പറയുകയാണ്. 4-ാമത്തെ വാക്യം, അവൻ പറഞ്ഞു, ഈ മീഖാവ് എന്നെ ഇവിടെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു. ഒരു പുരോഹിതൻ്റെ തകർച്ച നിങ്ങൾ നോക്കണം.
അവൻ പറയുകയാണ്, എന്നെ മറ്റൊരു വ്യക്തി ശമ്പളത്തിന് നിർത്തിയിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഓർക്കണം, സത്യത്തിൽ ദൈവം എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ സകല കാര്യങ്ങളും ദൈവം നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞെടുത്ത് ഈ മനുഷ്യൻ പറയുന്നു, അങ്ങനെയല്ല, എന്നെ ഈ മനുഷ്യൻ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്രകൾ ശുഭമാകുമോ എന്ന് ആ പുരോഹിതനോട് ചോദിച്ചിട്ട് അവർ പോയി. വീണ്ടും നമ്മൾ വായിച്ചാൽ സംഭവിക്കുന്നത്, ഈ ദേശം ഉറ്റുനോക്കിയിട്ട് ഇവരും 600ഓളം പടയാളികളും ഈ 5 പേരും കൂടെ ഇവിടെ വന്നു. തിരിച്ച് അവർ മീഖാവിൻ്റെ വീട്ടിലെത്തി. 18-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ അവർ മീഖാവിൻ്റെ വീട്ടിലെത്തിയിട്ട് ഈ ലേവ്യൻ്റെ അടുത്ത് പോയിട്ട് കഴുത്തിൽ കത്തി വെച്ചിട്ട് പറഞ്ഞു, നീ ഈ വീടിൻ്റെ പുരോഹിതനായിരിക്കാനാണോ നിനക്ക് താല്പര്യം, അതോ ദാൻ ഗോത്രത്തിൻ്റെ മുഴുവൻ പുരോഹിതനായിരിക്കാനാണോ നിനക്ക് താല്പര്യം? 19-ാമത്തെ വാക്യം, അവർ അവനോട്, മിണ്ടരുത്, നിന്റെ വായി പൊത്തി ഞങ്ങളോട് കൂടെ വന്ന് ഞങ്ങൾക്ക് പുരോഹിതനായിരിക്കാനായിട്ട് പറയുകയാണ്. ആദ്യം ഒരു വീട്ടുകാർ അവനെ പിടിച്ച് വീടിൻ്റെ അടിമയാക്കി. രണ്ടാമത് ദാൻ ഗോത്രക്കാർ വന്ന് ഈ പുരോഹിതനെ പിടിച്ച് അവരുടെ അടിമയാക്കി. സാധാരണ അങ്ങനെയല്ല ചെയ്യുന്നത്. പുരോഹിതനോട് ചേർന്ന് അവരെ പുരോഹിതൻ പറയുന്നത് കേട്ടുപോകും. ഇവിടെ പുരോഹിതനെ ആര് കൺട്രോൾ ചെയ്യുകയാണ്? ജനങ്ങൾ കൺട്രോൾ ചെയ്യുകയാണ്. പുരോഹിതനെ ഭീഷണിപ്പെടുത്തുകയാണ്. അവരോട് പറയുകയാണ്, മിണ്ടരുത്, അത് ചെയ്യരുത്, മര്യാദയ്ക്ക് ഞങ്ങളോട് കൂടെ വരിക എന്ന് പറയുകയാണ്. കാര്യം മനസ്സിലായോ? അപ്പം ദൈവഹിതപ്രകാരം ഒരു പുരോഹിതൻ നിന്നില്ല എങ്കിൽ ആ പുരോഹിതനെ ആര് കൺട്രോൾ ചെയ്യും? ദൈവത്തിൻ്റെ കൺട്രോളിൽ നിന്ന് മാറി ജനത്തിൻ്റെ കൺട്രോളിലേക്ക് ആര് വരും? ആ പുരോഹിതൻ വരും. പുരോഹിതൻ ആരോട് ബന്ധപ്പെട്ടിരിക്കണം? ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കണം. ദൈവത്തോടുള്ള ബന്ധം പുരോഹിതനില്ല എങ്കിൽ ആ പുരോഹിതനെ ആര് കൺട്രോൾ ചെയ്ത് വയ്ക്കും? ജനങ്ങൾ ഹൈജാക്ക് ചെയ്യും. പല പള്ളികളിൽ നമ്മൾ കാണുന്നുണ്ട്, ജനങ്ങൾ പറയും ഇത് ചെയ്യ്, അല്ലെങ്കിൽ കമ്മിറ്റിക്കാരെല്ലാം പിടിച്ച് എന്ത് ചെയ്യും? കഴുത്തിന് കത്തി വെച്ചിട്ട് ഒരു ഒപ്പിടെന്ന് പറയും, അല്ലേ? അപ്പോൾ പല ഇടവകകളിൽ ഞാനത് കണ്ടിട്ടുണ്ട്. കാര്യം എന്താണ്? ദൈവത്തോടുള്ള ബന്ധം കുറഞ്ഞു വരുന്തോറും ജനം പുരോഹിതനെ ദൈവ സാന്നിധ്യമുള്ള ഒരു വ്യക്തിയായിട്ട് എന്ത് ചെയ്യില്ല? അംഗീകരിക്കില്ല. അതാണ് സത്യം. അംഗീകരിക്കില്ല. അങ്ങനെ ഇദ്ദേഹത്തെ അംഗീകരിച്ചില്ല, ഭീഷണിപ്പെടുത്തുകയാണ്. അവർ പറഞ്ഞു, മിണ്ടരുത്. 19-ാമത്തെ വാക്യം, നിന്റെ വായി പൊത്തി ഞങ്ങളോട് കൂടെ വരിക. അതായത് അയാൾക്ക് സംസാരിക്കാനുള്ള ഒരു പെർമിഷനും കൊടുക്കുന്നില്ല. എന്നിട്ട് ചോദിച്ചു, നീ ഒരു വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൻ്റെ ഒരു ഗോത്രത്തിന് മുഴുവൻ പുരോഹിതനായിരിക്കുന്നതോ നല്ലത് എന്ന് ചോദിക്കും. വീണ്ടും ഒരു പ്രലോഭനം കൊടുക്കുകയാണ്, വലിയൊരു ഓഫർ കൊടുക്കുകയാണ്. നിനക്കൊരു വീട്ടിൽ നിന്നാൽ എത്ര കാശ് കിട്ടും? 10 വെള്ളിക്കാശ് കിട്ടും. പക്ഷേ ഞങ്ങളുടെ ഗോത്രത്തിൻ്റെ മുഴുവൻ നിങ്ങൾ ഒരു പുരോഹിതനായിട്ട് വന്നു കഴിഞ്ഞാൽ നിനക്കിതിനെക്കാളും കിട്ടും. കണ്ടോ? ഒരു സമ്പത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു അധികാരത്തിൻ്റെ കാര്യം പറഞ്ഞ് അവനെ ബാർഗെയിൻ ചെയ്യുകയാണ്. അപ്പോൾ അവൻ പറയുന്നു, 20-ാമത്തെ ഭാഗം, പുരോഹിതൻ്റെ മനം തെളിഞ്ഞു. മനം തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ ബൾബ് കത്തി. അദ്ദേഹം പറഞ്ഞു, ഇവിടെയാണെങ്കിൽ 10 കിട്ടത്തുള്ളൂ, അവിടെ പോയാൽ 100 ഫാമിലി ഉണ്ടെങ്കിൽ എത്ര കിട്ടും? 1000 കിട്ടും, അല്ലെങ്കിൽ 10,000 കിട്ടും. ചിന്ത മാറി. അതാണ് മനം തെളിഞ്ഞു. ചിന്ത ആരിലല്ല? ദൈവത്തിലല്ല. ഇതിനേക്കാളും കിട്ടുമെന്ന് കരുതി നേരെ അവിടെ നിന്ന് പോയി. അവിടെ അവർ കൊണ്ടുപോയി. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 28-ാമത്തെ വാക്യം, അവിടെ മറ്റു മനുഷ്യരുമായി അവർക്ക് സംസർഗമില്ലായകയാൽ ഈ മീഖാവിൻ്റെ കുടുംബത്തെ ആരും രക്ഷിച്ചില്ല. ഇവർ ചെയ്തത് 30-ാമത്തെ വാക്യം, ദാന്യർ, അതായത് ഈ ദാൻ ഗോത്രക്കാർ ഇവരെ ഈ കൊത്തുപണിയായ വിഗ്രഹത്തെ കൊണ്ടുപോയി അവരുടെ നാട്ടിൽ പ്രതിഷ്ഠിച്ചു. ആരുണ്ടാക്കി വെച്ചതാണ്? എഫ്രൈം മലനാട്ടിലെ മീഖാവ് ഉണ്ടാക്കി വെച്ച വിഗ്രഹത്തെ ദാൻ ഗോത്രക്കാർ എടുത്തുകൊണ്ട് പോയി എവിടെ പ്രതിഷ്ഠിച്ചു? അവരുടെ നാട്ടിൽ പ്രതിഷ്ഠിച്ചു. 31-ാം വാക്യത്തിൻ്റെ അവസാനം, ദൈവത്തിൻ്റെ ആലയം ഈ സമയത്ത് എവിടെയാണ്? ഷീലോവിൽ. ഞാൻ ഇടയ്ക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഷീലോവിൽ. ദൈവത്തിൻ്റെ ആലയം ഈ സമയത്ത് ഷീലോവിലാണ്. ദൈവത്തിൻ്റെ ആലയം ഷീലോവിലായിരിക്കുന്ന സമയത്തെല്ലാം മീഖാവ് തീർപ്പിച്ച വിഗ്രഹത്തെ ഇവർ പൂജിച്ചു വന്നു. അങ്ങനെ പറഞ്ഞാൽ ഒരു പുരോഹിതൻ ജനത്തെ ഏതിലോട്ട് നയിച്ചു? വിഗ്രഹാരാധനയിലേക്ക് നയിച്ചു. വലിയ കുറ്റം. കണ്ടോ? ഒരു പുരോഹിതൻ ഒരു ഗോത്രത്തെ, ഒരു കുടുംബത്തെ അയാൾ ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടടുത്ത് നിൽക്കാത്തത് കൊണ്ട് ജനത്തെ ഏതിലോട്ട് എത്തിച്ചു? വിഗ്രഹാരാധനയിലേക്ക് എത്തിച്ചു. വലിയൊരു തെറ്റല്ലേ? ആരാണ് തെറ്റ് ചെയ്തത്? ഒരു പുരോഹിതൻ. മര്യാദയ്ക്ക് ബെത്ലഹേമിൽ നിന്നാൽ മതിയായിരുന്നു. അവിടെ നിന്ന് നോക്കി എവിടെ കൂടുതൽ കിട്ടുമെന്ന് നോക്കി ഒരു ഗോത്രത്തെ മുഴുവൻ വിഗ്രഹാരാധനയിലേക്ക് എത്തിച്ചു. നിങ്ങൾക്കറിയാമോ ഈ പുരോഹിതൻ ആരായിരുന്നുവെന്ന്? അത് കേട്ടാൽ നമുക്കത്രയും വലിയൊരു തെറ്റ് നമുക്ക് മനസ്സിലാകും.
മോശയുടെ മകനായ ഗെർഷോമിൻ്റെ മകൻ യോനാഥാനാണിത്. മനസ്സിലായോ? ദൈവത്തോട് ചേർന്ന് നിന്ന മോശയുടെ മകനായ ഗെർഷോമിൻ്റെ മകനായ യോനാഥാൻ. ദൈവത്തോട് ചേർന്ന് നിന്ന് വലിയൊരു കുടുംബം. ആ കുടുംബത്തിലെ ഒരു ജനറേഷൻ കഴിയുമ്പോൾ ഒരു വ്യക്തി ജനത്തെ വിഗ്രഹാരാധനയിലേക്ക് കൊണ്ടുപോയി. ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ എന്തുമാത്രം വിലയുള്ളവരായി കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നത് ഞാൻ ആ ഭാഗം വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും. 30-ാമത്തെ വാക്യം, ന്യായാധിപന്മാർ 19:30. മോശയുടെ മകനായ ഗെർഷോമിൻ്റെ മകൻ യോനാഥാനും. അപ്പോൾ ഈ ലേവ്യൻ്റെ പേരെന്താണ്? യോനാഥാൻ. നാട് വിട്ടു വന്ന ഈ ലേവ്യൻ്റെ പേരാണ് യോനാഥാൻ. അവൻ്റെ പുത്രന്മാർ, അവൻ്റെ മക്കളും ആ ദേശത്തിലെ പ്രവാസം തീരുന്നതുവരെ ദാൻ ഗോത്രക്കാർക്ക് പുരോഹിതന്മാരായി ശുശ്രൂഷ ചെയ്തു. അതായത് വിഗ്രഹാരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത് ശുശ്രൂഷ ചെയ്തു പോന്നു. ഞാനിത് പറയാനുള്ള കാരണം, ലേവി ഗോത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മോശയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് വരുമെന്ന് ആരെങ്കിലും ചിന്തിച്ചു കാണുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് എന്ത് സംഭവിക്കാം? തെറ്റുകൾ സംഭവിക്കാം. മോശയുടെ സഹോദരനാണ് ആര്? അഹരോൻ. ആ കുടുംബത്തോട് നല്ലൊരു ബന്ധമുണ്ട്. എന്നിട്ട് വരെ, അതായത് പൗരോഹിത്യ ശുശ്രൂഷയിൽ വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. ആ കുടുംബത്തിലെ ഒരു വ്യക്തിയാണ് ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് ഇറങ്ങി ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി കളയുന്നത്. അപ്പോൾ ദൈവത്തിന് നമ്മോട് പറയാനുള്ളത്, ഈ ഒരു വീഴ്ച പൗരോഹിത്യ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കണം. ഒന്നാമത്തെ കാര്യം, ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിക്കണം. രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത്, എബ്രായർക്ക് എഴുതിയ ലേഖനം 13:15, നിങ്ങൾ അധരം കൊണ്ട് സ്തോത്രം എന്ന യാഗം എപ്പോഴും അർപ്പിച്ചുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. 1 പത്രോസ് 2:9, നിങ്ങൾ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം നിങ്ങളെ തിരഞ്ഞെടുത്തവരാണെന്ന് എപ്പോഴും ഓർമ്മ വേണം. ഇത് നിങ്ങൾ മറന്നുപോയി കഴിഞ്ഞാൽ ഇതുപോലെ ജീവിതത്തിൽ വീഴ്ചയുണ്ടാകും. ഈ 3 കാര്യങ്ങൾ ഓർത്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇതുപോലെ വീണുപോകും. 1, നിങ്ങളെപ്പോഴും ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി നിങ്ങളെ സമർപ്പിക്കണം. ഈ ലേവ്യൻ, യോനാഥാൻ എന്ന ഈ ലേവ്യൻ, അയാളെക്കുറിച്ചുള്ള വലിയ പദ്ധതി ദൈവത്തിനുണ്ടായിരുന്നു. അത് മറന്നിട്ടാണ് ജീവിതം അശുദ്ധിയിലേക്ക് കൊണ്ടുപോയത്. ദൈവത്തെ നമ്മളെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി എപ്പോഴും പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ആരും തികഞ്ഞവരല്ല എന്ന ബോധ്യം ഉണ്ടാകണം. 2, അധരം കൊണ്ട് നമ്മളെപ്പോഴും സ്തോത്രം എന്ന യാഗം പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ മോഹങ്ങളെല്ലാം നമ്മളെ വിട്ടുപോകും. യോനാഥാൻ എന്ന ഈ ലേവ്യന് സംഭവിച്ചത് മോഹമാണ്. അധികം കിട്ടുമെന്നുള്ള മോഹം. ആ മോഹത്തെ അധരം കൊണ്ടുള്ള സ്തോത്രം പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. 3, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാനാണ്. ഈ ലേവ്യനെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചത് ആരായിരുന്നു? ദൈവമായിരുന്നു. ഒരു വീടിൻ്റെ ശുശ്രൂഷകനോ ദാൻ ഗോത്രത്തിന് വിഗ്രഹാരാധനയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയോ അല്ല അയാളെ ഈ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചത്. ദൈവം നമ്മളെയും ഏൽപ്പിച്ചിട്ടുള്ളത്, നമ്മളെ വിളിച്ച ഒരു ദൈവമുണ്ട്. അവൻ്റെ സൽഗുണങ്ങളെ നമ്മൾ മറ്റുള്ളവരോട് പറയണം. സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമ്മളെ അവൻ ആരാക്കി? തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും വിശുദ്ധ വംശവും രാജകീയ പുരോഹിത വർഗവും. അപ്പോൾ ദൈവം നമ്മളെ ആക്കി വെച്ചിട്ടുള്ളത് അതിനു വേണ്ടിയാണ്. ആ ഒരു കോളം നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ ഈ ലേവ്യന് വീണതുപോലെ നമ്മൾ വീഴും. മനസ്സിലാകുന്നുണ്ടോ? ഇനി മോശയുടെ ഏറ്റവും വലിയ കുടുംബ പാരമ്പര്യം പറഞ്ഞാൽ പോലും ആ വീട്ടിൽ എന്ത് വരും? വീഴ്ച വരും. ബൈബിളിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. ഏത് വലിയ വ്യക്തിയുടെ കുടുംബത്തിലെ വീഴ്ചയും ബൈബിൾ എന്ത് ചെയ്യും? അതുപോലെ പറഞ്ഞു തരും. ഒന്നും ബൈബിള് മറച്ചു വയ്ക്കത്തില്ല. എത്ര വലിയ വ്യക്തിയായാലും ആ വ്യക്തിയുടെ ജീവിതത്തിലോ കുടുംബത്തിലോ ഒരു വീഴ്ച ഉണ്ടെങ്കിൽ ദൈവം അതിനെ തുറന്ന് കാണിക്കും. എന്തിനാണെന്നറിയാമോ? നമ്മൾ ആരും തികഞ്ഞവരല്ല, നമ്മളതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. ദൈവത്തിൽ ആശ്രയിച്ച് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷ വിശ്വസ്തയോടുകൂടി ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ കൃപയ്ക്കായി യാചിച്ച് 3 കാര്യങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാകണം. ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി നമ്മളെപ്പോഴും സമർപ്പിച്ചു കൊണ്ടിരിക്കണം. അധരം കൊണ്ട് എപ്പോഴും മോഹങ്ങൾ വരുമ്പോൾ സ്തോത്രം എന്ന യാഗം അർപ്പിച്ചു കൊണ്ടിരിക്കണം. 3,
നിങ്ങൾ ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് പിന്നിൽ പോയി നിങ്ങളുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയേണ്ടവരല്ല എന്ന് എപ്പോഴും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള പൗരോഹിത്യത്തിൻ്റെ ചുമതല ഈ ഭൂമിയിൽ ഭംഗിയായി പൂർത്തിയാക്കാൻ ദൈവം സഹായിക്കും.